ഈ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, പടച്ചോൻ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകന്റെ ഒരു കുതിസിയായ ഹദീസിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, കുന്ത് കെൻസമ്മ ഖൊഫിയ, ആരാരും അറിയപ്പെടാത്തൊരു നിധിയായിരുന്നു ഞാൻ, അങ്ങനെ എല്ലാവരാലും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഹലക്കത്തു ഹലായിക്ക് കുല്ലഹ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടകത്തിലുള്ള സകലതിനെയും ഞാൻ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു മനുഷ്യന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒമാ ഹലക്കത്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അതായത് മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ തഫ്സീറുകളിലൊക്കെ ഇല്ലാലി അഅ്ബുദൂൻ എന്ന് പറയുന്ന ഒരു വാക്കിന് അവർ കൊടുത്ത അർത്ഥം ഐ ആരിഫു എന്നാണ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പടച്ചവനെ അറിയാൻ കഴിയും? അതായത് അപരൻ്റെ വേദന നമ്മുടെ കൂടി വേദനയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരാൾക്ക് സഹായം കിട്ടേണ്ട സമയത്ത് നമ്മൾ ആളെ സഹായിക്കുമ്പോൾ, മനുഷ്യന്മാർ തമ്മിലുള്ളൊരു ഐക്യം നിലനിർത്തുമ്പോഴൊക്കെ നമുക്ക് പടച്ചവനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എടുക്കുന്ന നോമ്പ്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, നമ്മൾ ഖുർആൻ ഓതുന്നത്, നമ്മുടെ ഹജ്ജ്, നമ്മുടെ സക്കാത്തൊക്കെ അർത്ഥപൂർണ്ണമാവുള്ളൂ. അള്ളാഹുവിനെ മനസ്സിലാക്കി ചെയ്യുന്നതും അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്.